ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കളം കാവൽ എന്ന് പറയുന്ന നമ്മുടെ മമ്മൂക്കാന്റെ മൂവി കണ്ടിട്ട് വരുന്ന വഴിയാണ്. സിനിമയുടെ റിവ്യൂ പറയുന്നതിന് തൊട്ട് മുമ്പ് വേറൊരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ്. അത്യാവശ്യം നല്ല പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള ഏരിയ തന്നെയാണ്. ആളുകൾക്ക് ഒട്ടും കുറവില്ല. മമ്മൂട്ടി ഫാൻസും മോഹൻലാൽ ഫാൻസും എല്ലാ തരത്തിലുള്ള വിജയ്, ഇനി സൂര്യയുടെ പൊട്ടിയ പടങ്ങൾക്ക് വരെ ആളുകൾ തിങ്ങിക്കേറി ടിക്കറ്റ് എടുത്ത് കാണുന്ന സ്ഥലമാണ്. ഇന്ന് കളംകാവല് റിലീസ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയിൽ കരുനാഗപ്പള്ളി കാൻസിലാണ് ഞാൻ കാണാൻ പോയത്. സീരിയസ്ലി അവിടെ ചെന്നപ്പോൾ തന്നെ അവിടെ ഒന്നും ആരുമില്ല. അത്യാവശ്യം ആളുകൾ കയറുന്ന തിയേറ്ററാണ്. ഞാൻ വിചാരിച്ച പടം തുടങ്ങിയിട്ടുണ്ടാവുമായിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ മുകളിൽ ചെന്ന് ബാൽക്കണി നോക്കിയപ്പോഴത്തേക്ക് ബാൽക്കണിയിൽ ഒരു 10 പേരുണ്ടാവും. താഴെയും കുറച്ച് ആളുകളുണ്ട്. ഇത്രയും വലിയൊരു നടന്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഒരു മൂവി ഇറങ്ങിയിട്ട് ഇത്രയും ആളെ ഉള്ളോ? ഞാൻ ഞെട്ടിപ്പോയി. അതേസമയം മോഹൻലാലിന്റെയോ വിജയുടെയോ പോട്ടെ സൂര്യയുടെ മറ്റേ ഇതുണ്ടല്ലോ പൊട്ടിപ്പോയ കങ്കുവ, അതിന് വരെ ഹൗസ്ഫുൾ ആയിരുന്നു ആ ഒരു തിയേറ്റർ. ഇതിനു മുമ്പ് ഇറങ്ങിയ ബസൂക്കയ്ക്ക് ഇതിനേക്കാളും ആളുണ്ടായിരുന്നു. മമ്മൂട്ടിയുടെ തന്നെ. ഇത്രയും ഡിസോണസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാൻസ് ഉള്ള ഒരു നടൻ, അങ്ങേരോട് ഒരു കൂറും ഇല്ലാത്ത കുറെ ഫാൻസ് ഉള്ള നടൻ വേറെ ഇല്ല. മമ്മൂട്ടിയുടെ പടങ്ങളുടെ ഏറ്റവും വലിയ പരാജയം ഈവന്മാരാണ്, ഈ ഫാൻസ് തന്നെയാണ്. അവന്മാർക്ക് ഈ കമന്റ് സെക്ഷനിൽ കടന്ന് എന്തെങ്കിലും പടം കൊള്ളത്തില്ലെങ്കിൽ ബാക്കിയുള്ളവരെ തെറി വിളിക്കാൻ വേണ്ടി മാത്രമേ ഇവന്മാർക്ക് അറിയത്തുള്ളൂ. ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പോയി കാണാനുള്ള മെന്റാലിറ്റി പോലും അവന്മാർക്കില്ല. എന്തിനു കൂടുതൽ പറയണം, ഇവിടെ മോഹൻലാലിന്റെ പടങ്ങൾ റീ റിലീസ് ഇറങ്ങിയിട്ട് കടന്ന് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. മമ്മൂട്ടിയുടെ ഏതെങ്കിലും പടം അതുപോലെ റീ റിലീസിന് ഇറങ്ങിയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന വീഡിയോ എന്തെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? ആളുകൾ കാണാൻ കയറത്തില്ല. മോഹൻലാലിന്റെ റീ റിലീസ് ആയ പടങ്ങൾ കാണാത്തതിന്റെ പേരിലാണ് അവർ പോകുന്നത്. അല്ല, അത് ഫാൻസ് ആണ് പോകുന്നത്. അവർ ആ പടം തിയേറ്ററിൽ ഒന്നുകൂടെ കണ്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. ജെന്യൂൻ ആയിട്ടുള്ള ഫാൻസ് ആണ് പോകുന്നത്. പക്ഷെ ഇന്ന് ഈ പടം, ഇത്രയും ഒരു കിടിലം പടം ഇന്ന് ഇറങ്ങിയിട്ട് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ ഈ പടം കാണാൻ. ഇത് ഞാൻ കണ്ട തിയേറ്ററിന്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. സോ നിങ്ങൾ കണ്ട തിയേറ്ററിലെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ താഴെ ഒന്ന് കമന്റ് ചെയ്യും. ഇതിനു മുമ്പ് പല പടങ്ങളും ആ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അന്നൊന്നും ഇത്രയും ഒരു ഗതികെട്ട അവസ്ഥ ഞാൻ കണ്ടിട്ടില്ല. ഇത് നമുക്ക് സിനിമയിലോട്ട് വരാം. ഈ സിനിമ തുടങ്ങും മുമ്പ് തന്നെ നമുക്കറിയാം മമ്മൂക്കാണ് വില്ലൻ. അവർ അങ്ങനെ തന്നെ പറഞ്ഞിട്ടാണ് ഈ ഒരു സിനിമ ഇറക്കിയത്. പുള്ളി വില്ലൻ റോളിൽ അഭിനയിക്കുന്ന പടമാണ്. അപ്പം പുള്ളിയുടെ വില്ലനിസം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ തിയേറ്ററിലോട്ട് ചെല്ലുന്നത്. ഓക്കെ, നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. ഓക്കെ, മമ്മൂക്ക ഇങ്ങനെയൊക്കെ കിടിലൊക്കെ ആയിട്ട് അഭിനയിച്ച് വെക്കും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ വെച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത്. ബൈ ദ വേ, ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇത് ഈ ഒരു സിനിമ ഒരു റിയൽ ഇൻസിഡന്റിനെ, സൈനൈഡ് മോഹൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ, സീരിയൽ കില്ലറിന്റെ ഒരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്ത് ഇറക്കിയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ഈ ഒരു ഐറ്റം മമ്മൂക്ക എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്ന് അറിയണം. ഈ മമ്മൂക്കയുടെ വില്ലനിസം എങ്ങനെ ഒന്ന് കാണണം. അങ്ങനെ പടം തുടങ്ങുകയാണ്. പടം തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് ഷോട്ട് തന്നെ മമ്മൂക്കയാണ് കാണിക്കും. മമ്മൂക്കയെ ഇത് സ്പോയിലർ ഒന്നുമല്ല, ആദ്യം തന്നെ നിങ്ങൾ കാണുന്ന സംഭവമാണ്. മമ്മൂക്കയെ കാണിക്കുമ്പോൾ ഒരു ഫാമിലി മാൻ, കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുന്ന, രണ്ട് മക്കളായിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലി. അപ്പൊ നമ്മൾ വിചാരിക്കും, അയ്യോ ഈ അപ്പാവി ഇങ്ങനെ വില്ലനാവുന്നേ. സീരിയസ്ലി ആ ഒരു പടം തുടങ്ങി ആദ്യത്തെ ഒരു 10 സെക്കൻഡ് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, എനിക്ക് ഇങ്ങനെ വില്ലനാവുന്നത്. നമ്മൾ ആ ചിന്തിച്ച് എനിക്കങ്ങനെ തോന്നി ആ നിർത്തിയ മൊമെന്റിൽ മമ്മൂക്കയുടെ ഒരു ഷിഫ്റ്റ് ഉണ്ട്. അവിടം തൊട്ട് അങ്ങോട്ട് പൊന്നുമക്കളെ ഈ മനുഷ്യൻ പൂണ്ട് വിളയാടുകയാണ്. വില്ലനിസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പീക്ക് ലെവൽ വില്ലനിസം. ഓരോ റോളും ചെയ്യുമ്പം ഇങ്ങേരുടെ ഓരോ ബെഞ്ച് മാർക്ക് ഉണ്ടല്ലോ, ഇങ്ങനെ മുമ്പ് ചെയ്തു വെച്ചേക്കുന്ന ഓരോ ആക്ടിങ്ങിന്റെ ബെഞ്ച് മാർക്ക് ഉണ്ടല്ലോ, അത് കടത്തി വെച്ചിട്ട് അതിന്റെ മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങർക്ക് ഒരു ലിമിറ്റ് ഇല്ല. സ്കൈ ദ ലിമിറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങർക്ക് ഒരു ലിമിറ്റ് ഇല്ല അഭിനയിക്കുന്നതിനകത്ത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലതരത്തിലുള്ള സൈക്കോ കില്ലേഴ്സിന്റെയും സിനിമ കണ്ടിട്ടുണ്ട്. ഈ ഒരു സിനിമയുടെ സ്റ്റോറി ഓൾറെഡി എനിക്ക് തോന്നുന്നു ഒരുപാട് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഈ ഒരു സീരിയൽ കില്ലറിന്റെ സ്റ്റോറി ഭയങ്കര ഫേമസ് ആണ്. അറിയാത്ത ഒരു സിനിമ കണ്ടതിന് ശേഷം മാത്രം കണ്ടാൽ മതി. ഇനിയിപ്പോൾ അത് അറിഞ്ഞു വെച്ചോണ്ട് പോയി നിങ്ങൾ സിനിമ കാണാൻ നിന്നാലും ഒരു നഷ്ടവും ഇല്ല. കാര്യം ആ ഒരു രീതിയിലാണ് കുറെ സിനിമാറ്റിക് എലമെന്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു സിനിമ ചെയ്തേക്കുന്നത്. അന്നേരം അതിൻ്റെതായിട്ടുള്ള ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന മൊമെന്റ്സും ട്വിസ്റ്റും ടേൺസും ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും. ഇനി കഥ അറിഞ്ഞിട്ട് പോയാൽ തന്നെയും അത് അതേപടി എടുത്ത് വെച്ചേക്കല്ല, കുറെ സിനിമാറ്റിക് ആയിട്ടുള്ള എലമെന്റ്സ് ആഡ് ചെയ്ത് നമ്മളെ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള രീതിയിലാണ് ഇത് പണിത് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ സൈക്കോ കില്ലറിന്റെ വേഷമാണ് മമ്മൂക്കിനകത്ത് ചെയ്തേക്കുന്നത്. നമ്മൾ സാധാരണ സിനിമയിൽ സൈക്കോ കില്ലർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താണ്, ഒന്നെങ്കിൽ എന്തെങ്കിലും ഇറച്ചിവെട്ടുകാരൻ പരിപാടി, കത്തിക്കുത്ത്, വെടിവെപ്പ്, മൊത്തം ഇടി, ചേസിങ്, മോസ്റ്റ്ലി ഇറച്ചിവെട്ടായിരിക്കും. സൈക്കോ കില്ലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ്ലി നമ്മുടെ സിനിമകളിൽ ഇറച്ചിവെട്ടായിരിക്കും. ഇങ്ങനെയുള്ള ഇതിനകത്ത് അങ്ങനെ ഇറച്ചിവെട്ട് പരിപാടികളൊന്നുമില്ല. വെട്ടിക്കൊല്ലോ, വെടിവെപ്പോ, അല്ലെങ്കിൽ തുടക്കം തൊട്ട് ഒടുക്കം വരെ ഇടിയോ അങ്ങനെയുള്ള പരിപാടി ഒന്നുമില്ല. ആ കൂടി അങ്ങനെ ഒരേ ഒരു ഫൈറ്റ് മാത്രമാണ് ഇതിനകത്തുള്ളത്. അതും ചെറിയ രീതിയിലുള്ള ഒരു ഫൈറ്റ്. ഇതിനകത്ത് മമ്മൂക്ക ഈ സൈക്കോത്തരം കാണിക്കാൻ വേണ്ടി ഡയറക്ടർ കൊടുത്തേക്കുന്ന ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സിഗരറ്റ് മാത്രമാണ്. അല്ലാതെ വടിവാളോ കുന്തോ കൊടച്ചക്കറോ
ഒന്നും കൊടുത്തിട്ടില്ല, ഒരു സിഗരറ്റും പുള്ളിയുടെ ചിരിയും. ഈ 2 ഐറ്റമാണ് പുള്ളി ഒരു സൈക്കോ എങ്ങനെയാണ് എന്ന് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ആക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ആ സിഗരറ്റിനെ തന്നെ അങ്ങനെ ഏതൊക്കെ രീതിയിൽ അഭിനയിപ്പിക്കും ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇങ്ങനെ കൊലച്ചിരി, എന്റെ പൊന്നുമക്കളെ പറയാൻ വയ്യ, അമ്മാതിരി ചിരിയാണ്. നമുക്ക് പേടിയോ ചില സമയത്ത് ഇങ്ങനെ മുഴിയിരുന്ന് ഇങ്ങനെ സിനിമ കാണുമ്പോൾ എന്റെ പൊന്നി എന്തൊരു മനുഷ്യരടങ്ങി ആ ഒരു സൈക്കോത്തിനെ നമുക്ക് ഫീൽ ചെയ്യുന്നേ. അമ്മാതിരി കൊടൂര ആക്ടിങ് ആണ് ഇതിനകത്ത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു റിയൽ ഇൻസിഡന്റ്. സൈക്കോ മോഹൻ എന്ന് പറയുന്ന അതാണ് ഈ പടത്തിൽ കാണുന്ന ഇയാളുടെ ഒരു സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ള മൂവിയാണ്. അപ്പോൾ എക്സാക്ട് അതുപോലെ എടുത്ത് വെച്ചേക്കല്ല, കുറെ ഡിഫറൻസ് ഉണ്ട്, ക്ലൈമാക്സിൽ ഡിഫറൻസ് ഉണ്ട്. ഇതിന്റെ അകത്ത് വരുന്ന ഇന്റർവെൽ പഞ്ച് ഒരു രക്ഷയില്ലാത്ത ഇന്റർവെൽ പഞ്ചാണ് കേട്ടോ, കിടിലമാണ്. എനിക്ക് ക്ലൈമാക്സിനെക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഒരു ഇന്റർവെല്ലാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അതായത് നമ്മൾ ഇങ്ങനെ ഒരു നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു സാധനം ഉണ്ടാവും ആ ഒരു ഇന്റർവെല്ല് കാണുമ്പോൾ. അതുപോലെ തന്നെ ഈ സൈനൈഡ് മോഹൻ എന്നാണ് ഇയാളെ അറിയപ്പെടുന്നത്. ആരെയാ യഥാർത്ഥത്തിലെ വ്യക്തിയെ, ഇതിനകത്ത് വേറെ പേരാണ്, ഇതിനകത്ത് പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഈ സൈനൈഡ് മോഹൻ റിയൽ ലൈഫിൽ ഒരു ടീച്ചറാണ്. പിന്നെ ഈ ഒരു കൊല നടക്കുന്നത് കർണാടകയിലാണ്. സിനിമയിലോട്ട് വരുമ്പോഴത്തേക്ക് ഈ കൊല നടക്കുന്നത് തമിഴ്നാട്ടിലും കേരളത്തിലുമായിട്ടാണ്. പിന്നെ അങ്ങനെയൊക്കെയുള്ള കുറെ ഡിഫറൻസ് ഈ ഒരു റിയൽ ലൈഫ് സ്റ്റോറിയും സിനിമയും തമ്മിലുണ്ട്. മാത്രമല്ല ഈ സൈനൈഡ് മോഹൻ എന്ന് പറയുന്ന വ്യക്തി, ഈ കില്ലർ സ്റ്റിൽ അങ്ങനെ അലൈവാണ്. കർണാടക ബെൽഗാവിലെ ഹിന്ദാൽഗെ സെൻട്രൽ പ്രിസണിൽ ഇങ്ങനെ ഇപ്പോഴും മൾട്ടിപ്പിൾ ജീവപര്യന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇങ്ങനെയുള്ള സ്റ്റോറി ആദ്യമായിട്ടല്ല സിനിമയാവുന്നത്. ഇതിനു മുമ്പ് ഹിന്ദിയിൽ ഒരു വെബ് സീരീസ് വന്നിട്ടുണ്ടായിരുന്നു, ദാഹദ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസ്. സോനാക്ഷി സിൻഹയൊക്കെ പോലീസ് ഓഫീസർ ആയിട്ടുള്ള ആ ഒരു വെബ് സീരീസും ഇങ്ങനെ ഈ ഒരു സ്റ്റോറി ബേസ്ഡ് ആയിട്ട് വന്നിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ, ഈ ഒരു സ്റ്റോറി നിങ്ങൾ അറിയാത്ത വ്യക്തിയാണെങ്കിൽ, യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഏഷ്യാനെറ്റിന്റെ ഒരു 3 years മുമ്പ് വന്ന വല്ലാത്ത ഒരു കഥ എന്ന് പറഞ്ഞിട്ടുള്ള ബാബു രാമചന്ദ്രന്റെ ആ ഒരു സ്റ്റോറി ഉണ്ട്. അതൊന്ന് കണ്ടു നോക്കി കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ മനസ്സിലാവും. റിയൽ ലൈഫ് സ്റ്റോറിയും ഈ സിനിമയും തമ്മിലുള്ള വ്യത്യാസവും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അതൊന്ന് കണ്ടിരിക്കാൻ നന്നായിരിക്കും. ഇനി നമുക്ക് വിനായകനിലോട്ട് വരാം. വിനായകൻ ആസ് യൂഷ്വൽ നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ മമ്മൂക്കാടെ ആക്ടിങ് ഈ ഒരു ലെവലിൽ പോയതിന്റെ പേരിൽ വിനായകനെ എത്ര പേര് ശ്രദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പുള്ളി നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്, ഒരു സംശയമില്ല. പുള്ളിയുടെ ഏത് റോൾ കിട്ടിയാലും പുള്ളി വെടിപ്പാട്ടി ചെയ്യും. സിനിമയിലോട്ട് വരുമ്പോഴത്തേക്ക് 100% 100% പ്രൊഫഷണൽ എന്ന് പറയുന്ന സെറ്റപ്പാണ്. റിയൽ ലൈഫിൽ വെറും കൂറയാണ്, വെറും തൊട്ടിത്തരം കാണിച്ചു നടക്കുന്നവരാണെങ്കിൽ പോലും സിനിമയിൽ അങ്ങേര് 100% കൊടുക്കും എന്നുള്ളതാണ് ഈ ഒരു സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ മമ്മൂക്കാടെ ആക്ടിങ്ങിന്റെ ആ ഒരു ലെവൽ വെച്ചിട്ട് അതിന്റെ അടിയിലായി പോകും. പുള്ളി ഒരു സിനിമയ്ക്കകത്ത് ഉണ്ടെന്ന് ചിലപ്പോൾ ഓർക്കത്ത് പോലും ഇല്ല. അത് ബിക്കോസ് ഓഫ് മമ്മൂക്ക. പിന്നെ ഈ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. തുടക്കം തൊട്ട് ഒടുക്കം വരെ ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ്. സ്ലോ ഫേസിലാണ് ഈ സിനിമ പൊക്കോണ്ടിരിക്കുന്നത്. സ്ലോ ഫേസ് ആണെങ്കിലും ബോറൊന്നും അടിക്കത്തൊന്നുമില്ല. അത്യാവശ്യം എൻഗേജ്ഡ് ആയിട്ട് തന്നെയാണ് സിനിമ പോകുന്നത്. പിന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തേക്കുന്നത് മുജീബ് മജീദ് എന്ന് പറയുന്ന പുള്ളിയാണ്. പുള്ളി തന്നെയാണ് കിഷ്കിന്ദ കാണ്ഡത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തേക്കുന്നത്. ഇതിന്റെ അകത്തെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കരമായിട്ട് ഓപ്പൺ ഹൈമറിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുമായിട്ട് സാമ്യമുണ്ട്. ഓപ്പൺ ഹൈമറിന്റെ ഈ കിഷ്കിന്ദ കാണ്ഡത്തിന് ഇദ്ദേഹം തന്നെയാണ് ചെയ്തത്. കിഷ്കിന്ദ കാണ്ഡത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കരമായിട്ട് ഇന്റർസ്റ്റെല്ലാറിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുമായിട്ട് ഭയങ്കര സാമ്യമുണ്ട്. അന്ന് ഈ ഒരു കാര്യം വന്ന സമയത്ത് പുള്ളി പറഞ്ഞത് ഈ ഹാൻസ് സിമ്മറിന്റെ ഭയങ്കര ഫാനാണ്, അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് പലതും പുള്ളി ചെയ്യാറുള്ളതെന്നാണ്. പിന്നെ ഈ ഓപ്പൺ ഹൈമർ അറിയില്ല, എന്തായാലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ നൈസായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ട് എനിക്ക് ആ ഒരു സാമ്യത തോന്നി. നല്ല രീതിയിൽ ഓപ്പൺ ഹൈമറിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറുമായിട്ട് നല്ല സാമ്യത ഉണ്ട് കേട്ടോ. ബട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ സ്റ്റിൽ ഗുഡ്, നല്ലതാണ്. പിന്നെ ഡയറക്ടറിലോട്ട് വരുമ്പോഴത്തേക്ക് ജിതിൻ കെ ജോസ് എന്ന് പറയുന്ന പുള്ളിയാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. എനിക്കൊന്ന് പുള്ളിയുടെ ആദ്യത്തെ മൂവിയാണ്. ഇതിനു മുമ്പ് പുള്ളി കുറിപ്പ് ചെയ്തിട്ടുണ്ട്, അതിന്റെ റൈറ്ററായിട്ടായിരുന്നു ആ ഒരു സിനിമയ്ക്കകത്ത്. പിന്നെ ഈ ഒരു സിനിമയിലോട്ട് വരുമ്പോഴത്തേക്ക് ഇതിന്റെ റൈറ്ററും പുള്ളി തന്നെയാണ്. പുള്ളിയുടെ കൂടെ വേറൊരു ആളും കൂടെ ഉണ്ട്, അയാളുടെ പേര് ഞാൻ ഓർക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു പടം നോക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സീരിയസ്ലി ഇത് കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ മമ്മൂക്കാന്റെ ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് റോള് നമ്മൾ ഒരിക്കലും ഒരു മലയാളി മിസ് ചെയ്യരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറെ കാര്യം, മമ്മൂക്ക വില്ലൻ ആണെങ്കിലും മമ്മൂക്കയ്ക്ക് വേണ്ട ആ ഒരു റെസ്പെക്ട് ഈ ഒരു സിനിമയ്ക്കകത്ത് കൊടുത്തിട്ടുണ്ട്. മറ്റേ സുരേഷ് ഗോപിയെ ഐക്കകത്ത് കൊണ്ടുപോയിട്ട് വില്ലനാക്കിയിട്ട് ജട്ടി മണപ്പിക്കുന്ന വില്ലനാക്കി മാറ്റിയല്ലോ, അമ്മാതിരി പരിപാടിയൊന്നും ഇതിനകത്തില്ല. ആ പുള്ളിക്കാരൻ വെറും കൂറ സ്വഭാവമുള്ള വില്ലനാണെങ്കിൽ പോലും ആ ഒരു റെസ്പെക്ട് മമ്മൂക്കയെ കൊടുത്തിട്ട് തന്നെയാണ് ആ ഒരു വില്ലന്റെ റോള് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. സോ അതൊന്നും സിനിമയിൽ ഒരു ഏച്ചുകെട്ടലായിട്ടോ ഒന്നും ഫീൽ ചെയ്തൊന്നുമില്ല. കാരണം ഇത് വില്ലൻ ലീഡ് ചെയ്തുകൊണ്ട് പോകുന്ന മൂവിയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. സോ മൊത്തത്തിൽ പടം എനിക്ക് സീരിയസ്ലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ പടം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. സോ മമ്മൂക്കയുടെ ആദ്യത്തെ 100 കോടി മൂവി ആകട്ടെ എന്ന് വിചാരിക്കുന്നു. ഒരു 100 കോടി അടിക്കാനൊക്കെയുള്ള പൊട്ടൻഷ്യൽ ഈ സാധനത്തിനുണ്ട്. പക്ഷേ ഈ ഫാൻസും അല്ലെങ്കിൽ ആളുകളിൽ കയറാത്ത ഈ ഒരു സംഭവം വരുമ്പോഴത്തേക്ക് എനിക്ക് അറിയില്ല ഇത് എത്ര. ഇവരും പിന്നെ അതുപോലെ അധികം പ്രൊമോഷൻ വർക്കൊന്നും ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടത്ര പ്രൊമോഷൻ കൊടുത്തിട്ടില്ലെന്നാണ് തോന്നുന്നത്. നോ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നിടത്ത് വെച്ച് കാണാം. സോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിനിമയുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്. അപ്പോൾ ശരി, ടാറ്റാ ബൈ ബൈ.